ഇവിടെ പ്രേക്ഷകരെ റെജി ലൂക്കോസ് അല്പം ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ അദ്ദേഹത്തിലേക്ക് ഒരുപാട് സമയം പോയി. അതിനുശേഷമാണ് ഒരു പോയിന്റ് കൃത്യമായി തന്നെ ശ്രീ രാജേഷിലേക്ക് പോയത്. റിസർവ് ബാങ്കിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കടക്കം കൃത്യമായി തന്നെ സംശയമുണ്ട്. അതിൻ്റെ വ്യക്തത എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ, അതൊക്കെ ഒരു സാമ്പത്തിക വിദഗ്ധനല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. യെസ്, എന്തായാലും കൃത്യമായി തന്നെ റെജി ലൂക്കോസ് ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. അത് വളരെ പ്രസക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ എം കെ ഹരിദാസ്, അതിൽ എന്തിനാണ് ഇപ്പോൾ ഈ നിമിഷം ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. കാരണം ഈ ചോദ്യങ്ങൾക്ക് കാരണം മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ RT അനുസരിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഡീലിന് പുറകിലുള്ള യഥാർത്ഥ ചിത്രം, എന്താണ്, ആരൊക്കെയാണ് ഈ ഡീലിന് പുറകിലുള്ളത്, ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നിക്ഷേപം നടത്തിയത് ആരാണ് എന്നറിയാനുള്ള ധാർമ്മികത അവകാശം നമുക്കൊക്കെ ഇല്ലേ? പക്ഷെ അതിന് സർക്കാർ നൽകിയ മറുപടി ഇല്ല, അത് സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, അതൊന്നും നമുക്ക് പുറത്തറിയിക്കാൻ സാധിക്കില്ല എന്നതാണ്. ശ്രീ എം കെ ഹരിദാസ്. മാത്യു കുഴൽനാടൻ മാത്രമല്ല, ഈ കിഫ്ബിയും ഈ മസാല ബോണ്ടുമായി വിട്ടുള്ള വിഷയത്തില് ഞാൻ 2 കൊല്ലം മുമ്പ് എന്നാണോ ഈ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തത്, അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാനും വിവരാവകാശ നിയമപ്രകാരം എന്താണ് ഇതിന്റെ ലക്ഷ്യം, എന്താണ് ഇതിന്റെ മാർഗം, ഈ പണം എങ്ങനെ ചിലവഴിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 5-8 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്നോടും പറഞ്ഞത് RTI ആക്ട് 881 പ്രകാരം ഇതിന് മറുപടി നൽകേണ്ടതില്ല, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ കുറിച്ചിട്ട് മൂന്നാമതൊരു പാർട്ടി, തേർഡ് പാർട്ടി അറിയാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് ഇതിലത്തെ ഒരു വിഷയമല്ല. അതിപ്പോ ഈ ഇത്തരം കള്ളത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കുന്നവരെ അതിന്റെ വിവരങ്ങളൊക്കെ സാധാരണക്കാരായ നികുതിദായകർ എന്ന് പറയുന്ന കഴുതകളോട് ചെയ്യുമെന്ന് നമുക്ക് മറുപടി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. പക്ഷെ ഇവിടെ ശ്രീ അനന്തപത്മനാഭൻ മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു അനുഭവം പറഞ്ഞതിനോട് എനിക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഈ CPM എന്ന് പറയുന്ന പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ അപച്യുതി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ 1ാം നിര 2ാം നിര നേതാക്കൾ എന്ത് പറഞ്ഞാലും അതിനെ തലകുലുക്കി സമ്മതിക്കുകയും അതിനെ കുറിച്ചിട്ട് യാതൊരു ബോധവുമില്ലാതെ ക്യാപ്സ്യൂൾ, ഈ പാർട്ടി ഇറക്കുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു അണികളാണ് ഈ CPM-നുള്ളത്. അതുകൊണ്ട് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും ചെറിയ തെരഞ്ഞെടുപ്പാണ്, മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മീഡിയം തെരഞ്ഞെടുപ്പാണ്, ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അങ്ങനെ 3 കാറ്റഗറിയിലൊന്നും ആക്കണ്ട. ഈ നിങ്ങളുടെ ഈ ഒരൊറ്റ നോട്ടീസിന്റെ പേരിൽ നാളെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ 1ാം നിര നേതൃത്വം ഇറക്കാൻ പോകുന്ന ഒരു ക്യാപ്സ്യൂളിൽ അങ്ങേയറ്റം ആകൃഷ്ടരായിക്കൊണ്ട് അത് ഏറ്റുപാടുന്ന ഒരു അണികളുള്ള പാർട്ടിക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്നെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള അപേക്ഷ. ഇത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 8ാം തീയതി കഴിഞ്ഞിട്ട് കൊടുത്താലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. കാരണം ഇനി 9-8 ദിവസമല്ലേ ഉള്ളൂ അതിന്. അപ്പൊ അത് കറക്റ്റ് ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ ഇത് കൊടുക്കാതിരിക്കാൻ EDക്ക് അല്പം പക്വത കാണിക്കാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് ഇവിടെ മറ്റേ റെജി ലൂക്കോസ് പോയി, എന്നിരുന്നാലും പറയുകയാണ് റിസർവ് ബാങ്ക് അനുമതി കൊടുത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ റിസർവ് ബാങ്ക് ആരുടെ കീഴിലാണ്? റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴില്. ED ആരുടെ കീഴിലാണ്? കേന്ദ്ര സർക്കാരിന്റെ കീഴില്. ഈ ഒറ്റ പേപ്പറിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. റിസർവ് ബാങ്ക് ഞങ്ങൾക്ക് അനുമതി തന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി എഴുതി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിന് എന്തിനാണ് എന്നും അണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ ഇതിലിടയ്ക്ക് തന്നെ 8-9 ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇറക്കി കഴിഞ്ഞു. അപ്പൊ പ്രശ്നം അതല്ല, ഇത്തരത്തിലുള്ള വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വീകരിക്കുന്ന ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ടല്ല ഇവിടെ ഈ ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം പാർട്ടിക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിറക്കുന്ന ക്യാപ്സ്യൂളുകളായാലും നാളെ ഇറക്കുന്ന ക്യാപ്സ്യൂളുകളായാലും ഉള്ളത്. ആ ക്യാപ്സ്യൂൾ വിഴുങ്ങിക്കൊണ്ട് ഞാനൊരു കാര്യം പറയുന്നത്, ഒരു 10 വർഷത്തിനുള്ളിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി 1.13% വോട്ട് മാത്രം കേരളത്തിലെ ഇന്ത്യയിലുള്ള ഈ പാർട്ടി നശിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈ അണികൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിച്ചുകൊണ്ട്, നേതാക്കൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു അങ്ങേയറ്റം ചാബല്യം നിറഞ്ഞ പുതുമകളില്ലാത്ത ഇവരുടെ ജീവിത ശൈലിയും ഇവരുടെ രാഷ്ട്രീയ നിരീക്ഷണവും കൊണ്ടാണ് ഈ പാർട്ടി നശിക്കാൻ പോകുന്നത്, അല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല. കാരണം പാർട്ടി നേതൃത്വം എന്ത് പറയുന്നോ അത് ഒലക്കയാണെങ്കിലും അത് വിഴുങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരു ആണി ഇളകിയ അണികളാണ് CPM-ന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ എന്ന വ്യക്തിയെ കുറിച്ചിട്ട് 39 തവണ പരമോന്നത നീതിപീഠത്തിൽ ലാവ്ലിൻ കേസ് മാറ്റിവെക്കാനുള്ള ഒരു ത്രാണിയും അതിനു വേണ്ട രാഷ്ട്രീയ അന്തർധാരയുമുള്ള പിണറായി വിജയനെ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസൊക്കെ ഓലപ്പാമ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഓലപ്പാമ്പായി തോന്നാതിരിക്കത്തക്ക തോതിൽ പ്രവർത്തിക്കേണ്ട ED
അതിനനുസൃതമായി പ്രവർത്തിച്ചോ എന്നുള്ളൊരു ചോദ്യം മുൻപോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. അതിന് മറുപടി പറയുന്നത് ഞാൻ നാളെ യൂട്യൂബിൽ ശ്രീ പത്മനാഭൻ പറയുമെങ്കിൽ ഞാൻ യൂട്യൂബിൽ കണ്ടോളാം. ആ ചോദ്യത്തിനാണ് ഇതിന്റെ ബലം. പിണറായി വിജയനെ എന്തായാലും അങ്ങ് സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടും മുഖ്യമന്ത്രിക്ക് പുതിയ 2 കാറ് വാങ്ങാൻ ധനവകുപ്പ് പണം അനുവദിച്ചിട്ടുണ്ട്. 1.10 കോടി രൂപ. ഒരു സെക്കൻഡും കൂടി എനിക്ക് തരണം. 3126 കോടി രൂപ ബാക്കി വെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയതെന്ന് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. ആ ഖജനാവിന്ന് പൂച്ച പെറ്റുകിടക്കേണ്ട അവസ്ഥയിലേക്ക് 1,95,00,000 രൂപ വരെയുള്ള കടബാധ്യത സംസ്ഥാനത്തിന് 1.95 ലക്ഷം കോടി കടബാധ്യത സംസ്ഥാനത്തിന് വരുത്തി വെച്ചുകൊണ്ടുള്ള ഒരു ഭരണം നടത്തിയിട്ടും പിണറായി വിജയൻ എന്ന വ്യക്തിക്കോ അദ്ദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ കൃത്യമായ സാമ്പത്തിക വരുമാനം നേടുന്ന അണികൾക്കോ ബോധ്യമാകാത്ത ഒരു സാഹചര്യത്തില് ഈ ഒരു നോട്ടീസ് കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് പിണറായി വിജയനൊന്നും കുലുങ്ങാൻ പോകുന്നില്ല ശ്രീ ശ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ എം കെ ഹരിദാസ്.